ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവും കത്തി നിൽക്കുകയാണ്. സ്വർണം കട്ട കള്ളനാരെ എന്നത് സംബന്ധിച്ച് ഇനിയും കൃത്യമായ ഒരു വ്യക്തതയിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല. എങ്കിൽ കൂടിയും ഇനിയും അവിടെ എന്തുണ്ട്, ശബരിമലയിൽ സന്നിധാനത്ത് അയ്യപ്പന് എന്തുണ്ട് എന്തില്ല, ഇതുവരെ ഉള്ള അയ്യപ്പൻ്റെ ഈ പറഞ്ഞതുപോലെ ഉള്ള ആഭരണങ്ങളിലടക്കം അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളിലടക്കം ഏത് രീതിയിൽ ആരൊക്കെ കൈ കടത്തി, ഇതൊക്കെ അറിയാനിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നിപ്പോൾ ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി പരിശോധന തുടങ്ങുകയാണ്. സ്ട്രോങ് റൂം തുറന്നുള്ള പരിശോധനയാണ്. വിവരങ്ങളുമായി കണ്ണൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുകയാണ്. കണ്ണൻ, അമിക്കസ് ക്യൂറി KT ശങ്കരൻ ഇപ്പോൾ പമ്പയിലെത്തി. അദ്ദേഹം എപ്പോൾ സന്നിധാനത്തേക്ക് എത്തിച്ചേരും? ഈ സ്ട്രോങ് റൂം തുറന്നുള്ള പരിശോധന എന്ന് പറയുമ്പോൾ ഇനിയും സന്നിധാനത്ത് നിന്ന് അയ്യപ്പൻ്റെ സ്വത്തിൽ നിന്ന് എന്തൊക്കെ കട്ടു, എന്തൊക്കെ ബാക്കിയുണ്ട് എന്നതടക്കമുള്ള ഒരു വിശദമായ കണക്കെടുപ്പ് തന്നെ നടക്കാനിരിക്കുകയാണ്. അതേ സ്വപ്ന, ഇന്നലെ വൈകിട്ട് രാത്രി 9 മണിയോടുകൂടിയാണ് ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി KT ശങ്കരൻ പമ്പയിലെത്തിയത്. അദ്ദേഹം ഇപ്പോൾ പമ്പയിലെ ദേവസ്വം ഗസ്റ്റ് ഹൗസിൽ തുടരുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം സന്നിധാനത്തേക്ക് മല കയറും. ഏതാണ്ട് 11 മണിയോടെയാണ് സന്നിധാനത്ത് ഈ പരിശോധനകൾ ആരംഭിക്കുക. സന്നിധാനത്തെ വിവാദത്തിലുള്ള സ്വർണ്ണപ്പാളി ഉൾപ്പെടെ പരിശോധിക്കും. മാത്രമല്ല, ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ ഇനി എന്തൊക്കെയാണ് അവിടെ സൂക്ഷിച്ചിട്ടുള്ളത്, എന്തൊക്കെ മൂല്യമുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ്, അതിന്റെ തൂക്കം, അളവ്, അവിടെ ഇനിയും ഏതെങ്കിലും കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ എന്തൊക്കെയാണുള്ളത്, അത്തരത്തിൽ പരിശോധനകൾ നടത്തും. അത് ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ അടക്കം അവരുടെ അടക്കം അവിടെയുണ്ട്. മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ വിശ്വസ്തതയിലുള്ള ഈ വിദഗ്ധർ അടക്കം ഈ പരിശോധനയിൽ അംഗങ്ങളായിട്ടുണ്ട്. അദ്ദേഹം അതനുസരിച്ച് ഈ ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ എന്തൊക്കെയാണ് നിലവിൽ ഈ കണക്കനുസരിച്ച്, ദേവസ്വം ബോർഡിന്റെ കണക്കനുസരിച്ച് എന്തൊക്കെയാണെന്നുള്ളത് ഉൾപ്പെടെ പരിശോധിക്കും. മാത്രമല്ല, ഈ പരിശോധനകൾ നാളെയും തുടരും. ഇന്നും നാളെയുമായിട്ടാണ് ശബരിമലയിലെ പരിശോധനകൾ നടക്കുക. വിശദമായ പരിശോധനകൾക്ക് ശേഷം ശബരിമലയിലെ മൂല്യമേറിയ വസ്തുക്കൾ ഉൾപ്പെടെ സൂക്ഷിച്ചിരിക്കുന്ന ആറന്മുളയിലെ സ്ട്രോങ് റൂമും മറ്റന്നാൾ, അതായത് തിങ്കളാഴ്ച പരിശോധിക്കും. ചിലപ്പോൾ നാളെ തന്നെ ഈ ശബരിമലയിലെ പരിശോധനകൾ പൂർത്തിയാവുകയാണെങ്കിൽ, നാളെ ഉച്ചയോടുകൂടി പരിശോധനകൾ പൂർത്തിയാവുകയാണെങ്കിൽ അതിനുശേഷം ആറന്മുളയിലെ സ്ട്രോങ് റൂമും വിശദമായി പരിശോധിക്കും. അവിടെയും മൂല്യമേറിയ വസ്തുക്കൾ, ശബരിമലയിലടക്കം മൂല്യമേറിയ വസ്തുക്കൾ സൂക്ഷിക്കുന്നുണ്ട്. അത്തരത്തിൽ അവിടെയും എന്തൊക്കെയാണ് ദേവസ്വം മഹസറിലുള്ളത്, അവിടെ എന്തൊക്കെയാണ് ഇനിയും കണക്കിൽ പെടാത്തത്, കണക്കിൽ പെട്ടിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് തുടങ്ങി ശബരിമലയിലും ആറന്മുളയിലും വിശദമായി തന്നെ പരിശോധനകൾ നടത്തും. സ്വപ്ന.